ഇന്നലത്തെ മത്സരം ഗുജറാത്ത് ജയിച്ചതോടുകൂടി ഏറെ പണി കിട്ടിയത് സി എസ് കെക്കും സി എസ് കെ ഫാൻസിനുമാണ്. ഗുജറാത്ത് ജയിച്ചതോടുകൂടി തന്നെ 16 പോയിൻ്റ് പോലും ഇനി സേഫ് സോൺ അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സി എസ് കെ 4-ന് 4 മത്സരവും ജയിക്കണം. ഇന്നത്തെ മത്സരം സി എസ് കെ എൽ എസ് ജിയോട് പൊട്ടിക്കഴിഞ്ഞാൽ ഒഫീഷ്യലി സി എസ് കെ പുറത്താകുന്നില്ല, പക്ഷേ 90% സി എസ് കെ പുറത്തായെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു സാധ്യത വരുന്നത് രാത്രിയിലെ മത്സരം ആർ സി ബി തോറ്റാൽ മാത്രമാണ്. രാത്രിയിലെ മത്സരം ആർ സി ബി ജയിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 90%, അത് വേണമെങ്കിൽ 99 ആക്കാം, സി എസ് കെ പുറത്താകും. പക്ഷേ ആർ സി ബി തോറ്റ് കഴിഞ്ഞാൽ സി എസ് കെക്ക് വീണ്ടും സാധ്യതയുണ്ട്. ഇതൊക്കെ തോറ്റതിന് ശേഷമുള്ള കാര്യമാണ്, അത് നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് സി എസ് കെക്ക് ഏറെ ആശങ്ക ഉള്ളത് സി എസ് കെയുടെ ബാറ്റിങ്ങിലാണ്. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഇപ്പോൾ റീസെൻ്റ്ലി കാഴ്ചവെക്കുന്നുണ്ട്. അത് ഇന്നും അവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയാൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ബാറ്റിങ്ങിൽ സി എസ് കെക്ക് ഏറെ തലവേദന ഉണ്ടാക്കുന്നത് സഞ്ജു സാംസണാണ് പ്രധാന ബാറ്റ്സ്മാൻ. സഞ്ജു കളിച്ച കളികളെല്ലാം സി എസ് കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജു മാത്രം കളിച്ചാൽ മതിയോ? ഏതെങ്കിലും ഒരു മത്സരം സഞ്ജു വീണ് പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റണം. അതില്ല. സഞ്ജു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വസ്തനില്ലടാ. ഉറുവിൽ പട്ടേൽ രണ്ട് 6 അടിക്ക് ഔട്ടായി പോവുക, ഇതാണ് ഉറുവിൽ പട്ടേലിൻ്റെ ഇപ്പോഴത്തെ നിലവിലൊരു സ്റ്റേറ്റ്. ഉറുവിൽ പട്ടേലിന് ബിഗ് ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്നില്ല. ഡവാൽ ബ്രവിസ് ക്വിക്ക് ഇന്നിങ്സ് 10 ബോളിൽ 20, ബ്രവിസും പോവുക, അതായത് പെട്ടെന്ന് ഒരു സ്കോർ ഏറ്റി പോവുക. അപ്പം അങ്ങനെ പോണത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ മറുഭാഗത്ത് ഒരാൾ വേണം. സഞ്ജു ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ രണ്ടാൾക്കാരും 10 ബോൾ 20 വെച്ച് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സഞ്ജുവിന് കളി നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അറിയാം, ആവശ്യമുള്ള സമയത്ത് ഗിയർ മാറ്റാനും അറിയാം. പക്ഷെ അങ്ങനെ ഒരാൾ മറുഭാഗത്ത് ഇല്ലെങ്കിൽ എന്താക്കും? അതാ പറഞ്ഞത്, സഞ്ജു ഇല്ലെങ്കിൽ ഭയങ്കര സീനാണ്. പിന്നെ കാർത്തിക് ശർമ്മ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കളി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. കാർത്തിക് ശർമ്മ ക്രീസിലേക്ക് വന്ന സമയത്തൊക്കെ മെല്ലെ നോക്കി കളിക്കേണ്ട സിറ്റുവേഷനേ ഉള്ളൂ. വലിയ റിക്വയർ റൺ റേറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കാർത്തിക് ശർമ്മ പതിയെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ലോ സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഫോമിലേക്ക് വന്നത്. ഗെയ്ക്വാദ് ഫോമിലേക്ക് നമ്മൾ വന്നെന്ന് പറഞ്ഞ മാതിരി ഒരുപാട് പന്തുകൾ എടുത്തിട്ട് 50 ബോളിൽ 70 ഒക്കെയാണ് ഗെയ്ക്വാദ് എടുക്കുന്നത്. അങ്ങനെ ഫോമിലേക്ക് വരാൻ ഏതൊരു പ്ലെയർക്കും പറ്റൂടാ. സ്ട്രൈക്ക് റേറ്റും കീപ്പ് ചെയ്തിട്ട് വരാനാണ് കുറച്ച് പാട്. അപ്പോൾ സിറ്റുവേഷൻ അതാണ്. സി എസ് കെക്ക് മെല്ലെ കളിച്ചാൽ മതി, അതുകൊണ്ട് അവർ കളിച്ചു. പക്ഷെ എപ്പോഴും അങ്ങനെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഫോമിലേക്ക് വന്നൊന്നും വിശ്വസിക്കാനും പറ്റുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വസ്തനില്ല സഞ്ജു അല്ലാതെ. അതാണ് സി എസ് കെക്ക് ഏറെ തലവേദന. മറുഭാഗത്ത് എൽ എസ് ജിക്ക് വിശ്വസ്തനേ ഇല്ല, അത് വേറെ കാര്യം. ഒരു കഴിഞ്ഞ മത്സരം ഫോമിലേക്ക് വന്നു എത്തിയിട്ട് ഓരോ ടോപ്പാക്കാനൊന്നും പറ്റില്ല. അവർക്ക് വിശ്വസ്തനേ ഇല്ല. പക്ഷേ അവർക്ക് എന്താ പ്രശ്നം എന്ന് അറിയോ? ഒരാൾ കളിച്ചാൽ അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മാർഷ് കളിച്ചാൽ, പൂരം കളിച്ചാൽ, ഇംഗ്ലീഷ് കളിച്ചാൽ അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ പന്തൊക്കെ എപ്പോഴെങ്കിലും കളിക്കാം, പക്ഷെ കളിച്ചാൽ അതും ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ സി എസ് കെ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ആശങ്ക ബാറ്റിങ്ങിലാണ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്.